അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ജിമ്മിൽ പോകാൻ സാധിക്കാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാ സ്ഥലത്ത് നിന്നിട്ട് എക്സസൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ സാധിച്ചു കൊടുക്കണമെന്നില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഓട്ടോറിക്ഷക്കാർക്കൊക്കെ കാലത്ത് എഴുന്നേറ്റ് നേരത്തെ വന്ന് 10 രൂപ ഉണ്ടാക്കിയിട്ട് നേരത്തെ വീട്ടിൽ വന്നതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ 10 മണിക്കെങ്കിലും വീട്ടിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ സാധിക്കാത്തവർ വീട്ടിൽ നിന്നിട്ട് പരമാവധി ശരീരം വേർക്കണവരെ എക്സസൈസ് ചെയ്യുക. അപ്പോൾ കാലത്തത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ 2 മുട്ട, മുളപ്പിച്ച പയർ, ദോശ. ഇതാണ് കാലത്തത്തെ ഫുഡ്. അപ്പോൾ ഇന്നെന്തായാലും ഒരു പെരുമ്പിലാവോട്ടം കിട്ടി. നമ്മളെ ഒരു വെളിയോട്ടാണ്. അപ്പോൾ അവിടെ നിങ്ങോട്ടൊരു 16 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പെരുമ്പിലാവിൽ നിന്ന് കുറ്റിപ്പുറം വരെ നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ കുറ്റിപ്പുറത്ത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഫാമിലിയായിട്ട് തൃശ്ശൂർക്ക് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ നല്ല മികച്ച റോഡുകളാണല്ലോ, അവിടെ യൂറോപ്പിനെക്കാട്ടി നല്ല റോഡുകളാണല്ലോ, കേരളം എന്തൊരു മാറ്റമാണ് ഈ മാറിയിരിക്കണമെന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ എടാ ഞാൻ വേറെ സൊമാലിയം കണ്ട് എത്തിയെന്ന് ഇവിടെ റോഡിലൊക്കെ നിറച്ച് കുഴികളാണ്, റോഡ് കാണാനില്ല എന്ന് പറഞ്ഞു. ഇനി യൂറോപ്പിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. തൃശ്ശൂർ വരെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്. സഹിച്ചും കണ്ടുമൊക്കെ പോയാൽ മതി. സൊമാലിയൊന്നുമല്ല, നമ്മുടെ കേരളം തന്നെയാണ്. സുഹൃത്തുക്കളെ, എടപ്പാൾ തൃശ്ശൂർ റോഡിൽ ഇത് ഈ കിസ്വ ക്ലാസിക്കോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറമ്പിൽ ഒരു പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് വർക്ക്ഷോപ്പ് വരാൻ. ഇതൊക്കെ ആശാനാണ് ഇവിടുത്തെ. നമ്മളെ മീറ്റർ കേബിൾ മാറാൻ വേണ്ടി വന്നതാണ്. ഇതാണ് പ്രസാദ് ഏട്ടൻ. പ്രസാദ് എത്ര മണി വരെ ഉണ്ട് അവിടെ? വൈകിട്ട് 6:30 വരെ. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ഇവിടെയാണ്. ആപ്പ, കുട്ടി ഡീസൽ എല്ലാം പണിയെടുക്കും ഇവിടെ. ഇതാണ് പൊന്നാനി സ്റ്റാൻഡ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പുറകിൽ നിന്നും വണ്ടി വിളിക്കുക. ആ ലാസ്റ്റ് കിടക്കുന്ന വണ്ടി മുതൽ ഇത് ഇവിടം വരെയുള്ള വണ്ടികളിൽ നിന്ന് വണ്ടി യാത്രക്കാർക്ക് വിളിക്കുക. കാര്യം ഫ്രണ്ട് വരെ നടന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ വണ്ടി കുറവാണ്, ഇല്ലെങ്കിൽ ഇത് അവിടുത്തെ ഇത്രയും വണ്ടികളുണ്ടാവും. ഏറ്റവും ലാസ്റ്റിലെ വണ്ടി മുതൽ അങ്ങോട്ട് ഏത് വണ്ടി വേണേലും വിളിക്കും. ഫസ്റ്റ് ഗ്യാപ്പിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ബെല്ല്. ഇതിൻ്റെ കണക്ഷൻ അപ്പുറത്താണ്. അപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പുറത്തുനിന്ന് ഈ റോഡ് ക്രോസ് ചെയ്യണ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് യാത്രക്കാർക്കുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പുറത്ത് ബെല്ല് വെച്ചിട്ടുണ്ട്. അത് ഞെക്കിയാൽ മതി. അപ്പോൾ ആൾ പോയി ഞെക്കണണ്ട. പോകണ്ട അത് ഞെക്കിപ്പിച്ചാണ്. അപ്പോൾ അങ്ങനെ സൗണ്ട് കേട്ടാൽ ഇവിടെ നിന്നുള്ള വണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് വരും. അപ്പുറത്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരണ്ട. അതാണ് പൊന്നാനി റോഡിലെ പ്രത്യേകത. ഇവിടെ ഈ ചൈതന്യം പച്ചക്കറിയുടെയൊക്കെ അടിയിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഇട്ടാൽ ഓട്ടോ വരും. അതായത് ഇതാണ് ആ സ്വിച്ച്. ഈ സ്വിച്ച് അങ്ങോട്ട് അമർത്തിയാൽ അപ്പുറത്ത് ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വരും. നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിട്ട് 2 ആപ്പിൾ. നമ്മുടെ പയ്യൻ്റെ കട അപ്പുറത്തുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോണ്. 2 എണ്ണത്തിന് 30 റുപ്യ മേടിച്ചുള്ളൂ. ഇത് കടയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് 10-40 റുപ്യ കൊടുക്കണം. ജംഗ്ഷൻ എത്തുമ്പോൾ അത് ഇങ്ങനെ വര കാണുമ്പോൾ ആർക്കും അറിയില്ല എന്ന് തോന്നണം. ഇതാണ് സീബ്ര ലൈന്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സിഗ്നൽ വേണമെന്നാണ്, സൈൻ ബോർഡ് വേണമെന്നാണ്. എന്ത് ചെയ്യാം, നമ്മളെ ഹാപ്പിനെസ് ഇൻഡെക്സിലും പട്ടിണി സൂചികയിലൊക്കെ പാകിസ്ഥാനെക്കാട്ടിയും ബംഗ്ലാദേശിനെക്കാട്ടിയൊക്കെ ചോട് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ സൈൻ ബോർഡൊന്നും വെക്കാൻ നേരമില്ല. നിങ്ങൾ സൂക്ഷിച്ച് പൊക്കോളുക. മറ്റുള്ള ആൾക്കാർക്ക് കടക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസും കട്ടാവും, വെറുതെ ജയിലിലും കിടക്കും, ആകെ കേസും ആവും എന്നാണ് പോലീസുകാർ എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താണ് എൻ്റെ ഉള്ളിലെ കളി, സൈൻ ബോർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് നമ്മുടെ എടപ്പാളിൽ നിന്ന് പൊന്നാനിയിലേക്ക് പോകുമ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്ത് അംസക്കച്ചേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ മീൻ കച്ചവടമാണ്. ഇഷ്ടംപോലെ മീനുണ്ടാവും അവിടെ. എല്ലാ ദിവസവും നല്ല ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയായി. ഞാനിപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. അപ്പോൾ 1300 രൂപ ഓടി. ഒരു 300 രൂപയുടെ ചിലവ്, 200 രൂപ ഡീസലും പിന്നെ 100 രൂപ നമ്മൾ കാലത്തെ ആ വർക്ക്ഷോപ്പിൽ പോയത് കാണിച്ചപ്പോൾ 100 രൂപ അവിടെയും കൊടുത്തു. അപ്പോൾ അങ്ങനെ 300 രൂപ കൊണ്ട് ബാക്കി 1000 രൂപ മിച്ചം വയ്ക്കാൻ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പ്രചോദനം കൂടിയാണത്. അപ്പോൾ എല്ലാവരും ഒരു സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. നമ്മുടെ രാത്രിക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 3 സലാഡ്, 3 ചപ്പാത്തി, ഉരുളക്കിഴങ്ങ് കറി.